ഞാനിപ്പോൾ പോകുന്നത് ജപ്പാനിലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള കൺവീനിയൻസ് സ്റ്റോറിലേക്കാണ് 7-Elevenലേക്ക്. നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അനാഥ പീടികയിലെ അതുപോലെ ജപ്പാനിലെ എല്ലായിടത്തും ഉള്ള ഒരു ഷോപ്പാണ് ഈ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ 7-Eleven ഫാമിലി മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ഹലാൽ നൂഡിൽസ് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാനത് വാങ്ങിയിട്ടൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. നോങ്ഷിം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. എല്ലാ ഫുഡും അവരുടെ ഹലാലല്ല. ഇത് ഞാൻ ചോദിച്ചു അവരോട്, പിന്നെ സ്കാനൊക്കെ ചെയ്തിട്ട് നോക്കി. അപ്പോൾ ഹലാലെന്ന് കണ്ടുകൊണ്ട് നമ്മളൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൗണ്ടറിലേക്ക് വന്നു. നമുക്ക് സെൽഫായിട്ട് തന്നെ ബില്ല് ചെയ്യാം. ഇവിടെ ക്യാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചില്ലറയും നമുക്ക് ബില്ലും വരും. അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ട് നേരെ ഇനി ഷോപ്പിലേക്ക് നടക്കണം. അതിൻ്റെ കൂടെ അവരൊരു ചോപ്പ് സ്റ്റിക്സും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി നേരെ ഞാൻ ഷോപ്പിലേക്ക് നടക്കുകയാണ്. ഞാൻ ഉച്ചക്കൊന്നും ഫുഡൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കത് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട് ഫ്ലാസ്കിൽ. അങ്ങനെ അത് അടച്ചു വെച്ചിട്ട് ഓണാക്കിയിട്ടുണ്ട്. വെള്ളം ചൂടാവട്ടെ. അതിനുശേഷം നമ്മളെ നൂഡിൽസ് പൊട്ടിച്ചിട്ട് അതിൽ നമുക്കൊരു പാക്കറ്റ് ഉണ്ട്, ആ ഒരു സ്പൈസസ് അത് അതിലേക്ക് പൊട്ടിച്ചിടണം. അപ്പോൾ ഇതിൽ കൂടാതെ തന്നെ ഇഷ്ടംപോലെ വെജിറ്റബിൾസും ഡ്രൈ മീറ്റ്സും ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ കുക്ക്ഡാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് നമ്മുടെ സ്പൈസസ് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്, നല്ലോണം തിളച്ചിട്ടുണ്ട്. ചൂടായ വെള്ളം നൂഡിൽസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലൈൻ ഉണ്ട്, നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ലൈൻ വരെ നമുക്കത് ഒഴിച്ച് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു 3 മിനിറ്റ് പൊത്തി വെക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് നൂഡിൽസ് വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ ചോപ്പ് സ്റ്റിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം അത് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ നൂഡിൽസ് റെഡിയായി. 1-2 മിനിറ്റ് നമുക്കത് നല്ലോണം മിക്സ് ചെയ്യണം. എന്നാലേ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഒരുപാട് വെജിറ്റബിൾസും ഡ്രൈ മീറ്റും ഒക്കെ അവർ നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ പൊള്ളി, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുമ്പ് കഴിച്ചിട്ടില്ലാത്ത നൂഡിൽസിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അവർ നല്ലോണം വെജിറ്റബിൾസും നല്ലൊരു സ്പൈസസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഉച്ചക്ക് ലഞ്ചിൻ്റെ ഒക്കെ പകരമായിട്ട് കഴിക്കാൻ പറ്റിയ നൂഡിൽസാണ്. അങ്ങനെ ഞാൻ അത് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഇത് കുടിച്ചൊന്ന് തീർക്കാനുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.